കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തണുപ്പുകാലം അവസാനിച്ചിട്ടില്ലെന്ന് വിളിച്ചറിയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നടന്ന KPCC ഭാരവാഹി യോഗം പിരിഞ്ഞത്. പുതിയ അധ്യക്ഷൻ സണ്ണി ജോസഫും മുതിർന്ന നേതാവും MP-യുമായ കൊടിക്കുന്നിൽ സുരേഷും തമ്മിലുണ്ടായ രൂക്ഷമായ വാക്പോര് പാർട്ടിയിലെ നിലവിലെ അധികാര തർക്കങ്ങളുടെയും ആഭ്യന്തര ഭിന്നതകളുടെയും മൂർത്തമായ പ്രതിഫലനമാണ്. മുൻ അധ്യക്ഷൻ K. സുധാകരൻ കണ്ണൂർ ജില്ലയുടെ നേതാവായിരുന്നപ്പോൾ ഇപ്പോഴത്തെ അധ്യക്ഷൻ പേരാവൂരിന്റെ മാത്രം നേതാവാണെന്ന കൊടിക്കുന്നിൽ സുരേഷിന്റെ പരിഹാസം നിരുപദ്രവകരമായ ഒരു പരാമർശമായിരുന്നില്ല. അത് സണ്ണി ജോസഫിന്റെ പുതിയ നേതൃത്വത്തെ ചോദ്യം ചെയ്യാനും ദുർബലപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള വ്യക്തമായ രാഷ്ട്രീയ നീക്കമായിരുന്നു. ഈ പരിഹാസം സണ്ണി ജോസഫിനെ അങ്ങേയറ്റം പ്രകോപിപ്പിച്ചു. താനൊരു മണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കുന്ന നേതാവല്ലെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ സംസ്ഥാനത്തുടനീളം താൻ പങ്കെടുത്ത പരിപാടികളുടെയും യാത്രകളുടെയും വിശദാംശങ്ങൾ അദ്ദേഹം യോഗത്തിൽ വായിച്ചു. ഈ നീക്കം ഒരു സാധാരണ നേതാവിൻ്റെതായിരുന്നില്ല. അത് തന്റെ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു പുതിയ അധ്യക്ഷന്റെ നിശ്ചയദാർഢ്യത്തെയാണ് കാണിച്ചത്. പേരാവൂരിന്റെ അതിരുകൾക്കപ്പുറം തന്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചു കിടക്കുന്നുണ്ടെന്ന് അദ്ദേഹം കണക്കുകൾ നിരത്തി വിശദീകരിച്ചു. അതോടെയാണ് യോഗത്തിൽ മറ്റ് നേതാക്കൾ ഇടപെടുകയും കൊടിക്കുന്നിലിനോട് പരാമർശം പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. ഭൂരിഭാഗം പേരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി കൊടിക്കുന്നിൽ പരാമർശം പിൻവലിച്ചു. എന്നാൽ ഈ സംഭവം അവിടെ അവസാനിച്ചില്ല. ഇത് KPCCയിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ വീണ്ടും സജീവമാക്കി. കൊടിക്കുന്നിൽ സുരേഷ് ആദ്യമായല്ല സണ്ണി ജോസഫിനെതിരെ പരസ്യമായി അതൃപ്തി പ്രകടിപ്പിക്കുന്നത്. സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായി ചുമതലയേറ്റ ചടങ്ങിൽ വെച്ച് തന്നെ താൻ ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ലെന്ന് കൊടിക്കുന്നിൽ വിമർശിച്ചിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിൽ നിന്ന് ഇതുവരെ KPCC പ്രസിഡന്റ് ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി മത്സരിച്ചതിന് ചിലർ തന്നെ വേട്ടയാടുകയാണെന്ന ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. ഇത് സണ്ണി ജോസഫ് അധ്യക്ഷനായതിലുള്ള കൊടിക്കുന്നിലിന്റെ അതൃപ്തിയുടെ വ്യക്തമായ സൂചനയായിരുന്നു. സണ്ണി ജോസഫ് KC വേണുഗോപാലിന്റെ നോമിനിയായിട്ടാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നതെന്നത് പൊതുധാരണയുണ്ട്. എന്നാൽ കൊടിക്കുന്നിൽ സുരേഷ് പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി കൂടുതൽ അടുപ്പം പുലർത്തുന്ന നേതാവാണ്. ഈ സാഹചര്യത്തിൽ സണ്ണി ജോസഫിനെ ദുർബലപ്പെടുത്താനുള്ള ഒരു ശ്രമമായിട്ടാണ് കൊടിക്കുന്നിലിന്റെ വിമർശനങ്ങളെ വിലയിരുത്തുന്നത്. ഹൈക്കമാൻഡിന് മുന്നിൽ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യാനും പാർട്ടിക്കുള്ളിലെ പഴയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പുനഃസ്ഥാപിക്കാനുമുള്ള ഒരു നീക്കമായി ഇതിനെ കാണാം. KPCC യോഗത്തിലെ മറ്റൊരു പ്രധാന ഘടകം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മൗനമായിരുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒറ്റപ്പെട്ട സതീശൻ യോഗത്തിൽ കാര്യമായി ഇടപെടലുകൾ നടത്തിയില്ല. മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ താൻ ഒറ്റപ്പെട്ടു പോയെന്നും അത് തന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തിയെന്നും സതീശൻ കരുതുന്നുണ്ടാകാം. അതുകൊണ്ടാണ് നിർണായകമായ ഒരു യോഗത്തിൽ അദ്ദേഹം മൗനം പാലിച്ചത്. ഈ മൗനം പുനഃസംഘടനാ വിഷയത്തിൽ കൂടുതൽ പ്രകടമായിരുന്നു. ഓണത്തിന് മുൻപ് KPCC ഭാരവാഹികളെയും DCC പ്രസിഡന്റുമാരെയും തിരഞ്ഞെടുത്തത് പുനഃസംഘടന പൂർത്തിയാക്കാനാണ് സണ്ണി ജോസഫ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിസ്സഹരണ മനോഭാവം കാരണം പുനഃസംഘടനാ നടപടികൾ വൈകുന്നുവെന്ന് സണ്ണി ജോസഫിനോട് അടുപ്പമുള്ള നേതാക്കൾ ആരോപിക്കുന്നു. ചില ജില്ലകളിൽ തനിക്ക് ഇഷ്ടപ്പെട്ടവരെ പ്രസിഡന്റുമാരാക്കാമെന്ന് സതീശൻ നിർബന്ധം പിടിക്കുന്നുണ്ടെന്നും ഇത് ചർച്ചകൾ നീളാൻ കാരണമാകുന്നുണ്ടെന്നും സണ്ണി ജോസഫ് കരുതുന്നുണ്ട്. KC വേണുഗോപാലിന്റെ നോമിനിയായി വന്നതിനാൽ സതീശന്റെ എല്ലാ അഭിപ്രായങ്ങൾക്കും തലകുലുക്കാൻ താൻ തയ്യാറല്ലെന്ന നിലപാടാണ് സണ്ണി ജോസഫിനുള്ളതും. സതീശന്റെ നിസ്സഹരണ മനോഭാവവും പുനഃസംഘടനാ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഹൈക്കമാൻഡിനെ അറിയിക്കാൻ സണ്ണി ജോസഫ് തീരുമാനിച്ചിട്ടുമുണ്ട്. ഇത് KPCCയിലെ നേതൃതലത്തിൽ നിലനിൽക്കുന്ന ആഴത്തിലുള്ള ഭിന്നതകളെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഈ സംഭവവികാസങ്ങൾ കോൺഗ്രസിന്റെ ഭാവിക്ക് വെല്ലുവിളിയാകുമോ എന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശക്തമായൊരു നേതൃത്വത്തെയും ഏകീകൃതമായ പാർട്ടിയെയും വാർത്തെടുക്കേണ്ട സമയമാണിത്. എന്നാൽ നേതൃത്വങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അധികാര വടംവലിയും പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായി കാണാം. പുനഃസംഘടന തടസ്സപ്പെടുന്നതും നേതാക്കൾക്കിടയിൽ പരസ്യമായി തർക്കങ്ങൾ ഉണ്ടാകുന്നതും താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ ആത്മവിശ്വാസം കെടുത്താൻ സാധ്യതയുണ്ട്. തിരഞ്ഞെടുപ്പിൽ നേരിടുന്ന തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം പാർട്ടിക്ക് പുതിയ ഊർജം നൽകേണ്ട സമയത്ത് ആഭ്യന്തര കലഹങ്ങൾ അതിന്റെ ശക്തി ചോർത്തും. സണ്ണി ജോസഫ് അധ്യക്ഷനായി വന്നത് പാർട്ടി ഒരുമിപ്പിക്കുമെന്നും പുതിയ തലമുറ നേതാക്കൾക്ക് അവസരം നൽകുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം പോലും പാർട്ടിയിലെ ഗ്രൂപ്പ് പോരുകളുടെ പുതിയ അധ്യായത്തിന് തുടക്കമിട്ടു. KC വേണുഗോപാലിന്റെയും VD സതീശന്റെയും നേതൃത്വത്തിലുള്ള പുതിയ അധികാര കേന്ദ്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളായി ഈ സംഭവ വികാസങ്ങളെ കാണാം. കൊടിക്കുന്നിൽ സുരേഷിനെതിരെയുള്ള നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വിഭാഗം നേതാക്കൾ രംഗത്ത് വന്നത് ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കിയേക്കാം. പാർട്ടി അച്ചടക്കത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് കൊടിക്കുന്നിലിനെ ഒതുക്കാനുള്ള നീക്കമായിട്ടും ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അത് പാർട്ടിക്കുള്ളിൽ വിഭാഗീയത കൂടുതൽ ശക്തമാക്കാനും സാധ്യതയുണ്ട്. അവസാനമായി ഈ വിഷയങ്ങളെല്ലാം ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സണ്ണി ജോസഫ് ഒരുങ്ങുമ്പോൾ കേന്ദ്ര നേതൃത്വം എങ്ങനെ പ്രതികരിക്കുമെന്നതും നിർണായകമാകും.
കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ നിർണായകമാകും. പാർട്ടിക്ക് പുതിയ ഊർജ്ജം നൽകാനും നഷ്ടപ്പെട്ട ജനവിശ്വാസം തിരികെ പിടിക്കാനും KPCCയിലെ നേതാക്കൾ തമ്മിലുള്ള ഐക്യം അത്യന്താപേക്ഷിതമാണ്. നിലവിലെ അവസ്ഥയിൽ ആ ഐക്യം ഒരു വിദൂര സ്വപ്നം മാത്രമായി നിലകൊള്ളുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോലീസ് നടപടി കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിവാദങ്ങൾക്കും തിരകൊളുത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായി പിന്തുണ നൽകില്ല എന്നത് ശ്രദ്ധേയമാണ്. രാഹുലിന്റെ അറസ്റ്റിനു ശേഷം അദ്ദേഹത്തെ ഫോണിൽ പോലും ബന്ധപ്പെടാൻ സതീശൻ തയ്യാറായില്ല എന്ന ആരോപണം ഉയർന്നിരുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാത്രമാണ് ഈ വിഷയത്തിൽ രാഹുലിന് പിന്തുണ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഒറ്റപ്പെട്ട VD സതീശൻ KPCC ഭാരവാഹി യോഗത്തിൽ മൗനം പാലിച്ചത് അദ്ദേഹത്തിന്റെ വിഷയത്തിലുള്ള അതൃപ്തിയുടെ സൂചനയായും കണക്കാക്കുന്നു. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ഭിന്നതകൾ ഈ വിഷയം കൂടുതൽ രൂക്ഷമാക്കി. പാർട്ടിക്ക് ഐക്യത്തോടെ മുന്നോട്ട് പോകേണ്ട സമയത്ത് ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകൾ നേതൃത്വങ്ങൾ തമ്മിലുള്ള അവിശ്വാസം വർദ്ധിപ്പിച്ചു. ഇത് കോൺഗ്രസിന്റെ യുവ നേതൃത്വത്തിനും താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കുമിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുമുണ്ട്. ഈ പ്രശ്നം KPCCയിലെ പുനഃസംഘടനാ നീക്കങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.